കർത്താവ് പറയുക, ഈ കൽപാത്രങ്ങളിൽ വെള്ളം അവർ വക്കോളം. വെള്ളമൊക്കെ നിറച്ചോ? നിറഞ്ഞിരിക്കണല്ലോ. അടുത്ത കർത്താവ് എന്താ ചെയ്തേ? ഒരു 21 ഇരിക്കുക എന്ന് പറഞ്ഞോ. നിന്റെ ടൈം എത്തിയാൽ കുറെ നാള് നീ അവിടെ ഇരുന്നു, എന്നാ എനിക്ക് ഇവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുന്നേ? ഈ നിയമത്തിന്റെ കുരുക്കി കിടക്കുക. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പലരും പറഞ്ഞപ്പോഴും നീ അങ്ങനെ ഇരുന്നാൽ ദൈവാത്മ പറയുന്നു, ടൈം എത്തുമ്പം വാഴ്ത്തലോ സ്തോത്രമോ ഉപവാസമോ ഒന്നും വേണ്ടി വരത്തില്ല. അടുത്ത വാക്കിതോ വാഴിക്ക് കൊടുക്കാം. ഒരു കാലത്ത് ഒന്നും കിട്ടാത്തപ്പോഴും, ഒരു മാറ്റവും ഇല്ലാത്തപ്പോഴും, ഒരു വിടുതലും ഇല്ലാത്തപ്പോഴും നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നിന്റെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും നീ ഒരു മുടക്കവും വരുത്തിയില്ല. പക്ഷെ ഇപ്പൊ കർത്താവ് പറയുന്നു, നിന്റെ കൈ കുറച്ച് മേളിലോട്ട്, നമ്മളിപ്പോ ഇന്ന് വായിച്ചതിന്റെ മേളിലോട്ട് വായിക്കുമ്പം മറിയയോട് യേശു പറഞ്ഞത്, യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ലായകയാൽ ഈ അമ്മ യേശുവിൻ്റെ അടുത്ത് വന്നത് തന്നെ വീഞ്ഞില്ലാത്തോണ്ടാ. കർത്താവ് പറഞ്ഞ മറുപടി എന്താ? എന്റെ നാഴിക ആ യേശു തന്നെ അല്ലേ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞേ. ഇപ്പോൾ എന്താ? കുറച്ച് മുന്നേ പറഞ്ഞെന്താ? അതേ യേശു ഇപ്പൊ പറയുന്നെന്താ? കുറച്ചു മുമ്പ് നാഴിക എത്തിയില്ലെന്ന് പറഞ്ഞ കർത്താവ് ഇപ്പൊ പറയാ. ഇപ്പൊ അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിൽ ശക്തമായി കർത്താവ് ആരോട് പറയുന്നു? ഇപ്പോൾ നിന്റെ അകത്ത് വീഞ്ഞ് വെളിപ്പെടുന്നത്, നിന്റെ അകത്ത് ചില രൂപാന്തരങ്ങൾ നടക്കുന്നത്, നിന്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത്, നിന്റെ അകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നത്, നിന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത്, നിന്റെ ശരീരത്തിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നത്, നിന്റെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദൃശ്യമായ ഏതാണ്ടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ, നിന്റെ ഭവനത്തിൽ ചെയ്യുമോ? ഹേ കൽപാത്രമേ, മാസങ്ങളും വർഷങ്ങളും കൊണ്ട് നടക്കേണ്ട ചിലത് വിത്തിൻ സെക്കൻഡ്സ്, മാസങ്ങളും വർഷങ്ങളും വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. നിന്റെ സമയമെത്തി.